കേരളത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കുടുംബവുമായി ജീവിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ അവർക്ക് എന്താണ് ഒരു ചാനൽ പോലും തുറന്നു നോക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ താരങ്ങൾക്കെതിരെ, പ്രമുഖരായ ആളുകൾക്കെതിരെ കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ ആളുകളും വന്നുകൊണ്ട് പീഡന പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ എടുത്താലും മുഖ്യധാര ചാനലുകൾ എടുത്താലും ഓരോ മണിക്കൂറുകളിലും ഓരോ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്തരം പീഡന കേസുകളിൽ ഇത് യാഥാർത്ഥ്യമാണോ, സത്യമാണോ, കള്ളമാണോ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം വാർത്തകൾ എപ്പോഴും പുറത്തു വരാറുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു സംഗതി പുറത്ത് വരാനുള്ള സാഹചര്യം, പറയാനുള്ള സാഹചര്യം ഉണ്ടായാലാണ്. കാരണം ഇപ്പോഴും നമ്മൾ പല പീഡന കേസുകളും അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു സംഗതി, കാരണം സാധാരണ ഒരു സ്കൂളിലായാലും അല്ലെങ്കിൽ മറ്റേത് പോക്സോ കേസുകളിലായാലും അല്ലെങ്കിൽ ഇത്തരം ഇരകളാക്കപ്പെട്ട ആളുകൾ ആദ്യം ഒരാൾ പറയും, പിന്നീട് ബാക്കിയുള്ള മുഴുവൻ ആളുകളും അവിടെ അവർക്കുണ്ടായ സംഗതികൾ പുറത്തു പറയാറാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം സിദ്ദീഖിനെതിരെ ആദ്യം ആരോപണമുണ്ടായി. സിദ്ദീഖിനെതിരെ ആരോപണമുണ്ടായ ശേഷം ഇപ്പോൾ ആ ആരോപണങ്ങൾ മുകേഷിനും അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, ജയസൂര്യ, ബാബുരാജ്, ഇങ്ങനെ ഓരോ താരങ്ങൾക്ക് നേരെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വരുന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ മുഖ്യധാര നടിമാരിൽ നിന്നല്ല, പലതരത്തിലും ഒതുക്കപ്പെട്ട അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായ അത്തരം ആളുകളുടെ അടുത്തു നിന്നാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരൊന്നും ഇതിന് തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ഒത്താശകൾക്ക് അല്ലെങ്കിൽ ഇവരുടെ ശ്രമങ്ങൾക്ക് എതിരെ നിലകൊള്ളുകയും നോ പറയുകയും തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തതിൻ്റെ പേരിൽ ഒതുക്കപ്പെടുകയോ പുറത്തു പോവുകയോ അത്തരം കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്ത ആളുകളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നുള്ളത്. ഇത് എവിടെ പോയി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തന്നെ ജനങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. ഓരോ ദിവസവും ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് സർക്കാർ നടപടികൾ സ്വീകരിക്കണം, കൃത്യമായിട്ട് അന്വേഷണങ്ങൾ നടക്കണം. പുതിയതായ ഒരു 7 അംഗ അന്വേഷണ സംഘത്തെയൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഇത് കോടതികളിൽ നിലനിൽക്കുമോ അല്ലെങ്കിൽ കോടതികളിൽ ഇത് ശരിയായി പ്രസന്റ് ചെയ്യാൻ കഴിയുമോ, ഇതിൽ ശിക്ഷ കിട്ടുമോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ആദ്യം നടക്കേണ്ടത് അന്വേഷണമാണ്. ഈ വിഷയത്തിൽ ഓരോ വിഷയത്തിലും കൃത്യമായിട്ട് അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണങ്ങൾ നടന്നതിന് ശേഷം അതിലെന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോടതിക്ക് മുമ്പിൽ ഇത് സമർപ്പിക്കുക, ഇത്തരം സംഭവങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തെളിവുകൾ ഉണ്ടാക്കുന്ന പണിയും കൂടി ഇത്തരം ഇരകളുടെ തലയിൽ കെട്ടിവെക്കരുത് സർക്കാരും പോലീസും കൂടി. കാരണം കൃത്യമായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ, ഇത്തരം മൊഴികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കേസുകൾ എടുക്കുകയും കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുകയും കോടതിക്ക് മുമ്പിൽ അത് കൊണ്ടുവെക്കുകയും ചെയ്യുക. ബാക്കി കാര്യങ്ങൾ കോടതിയിൽ തീരുമാനമാകേണ്ട കാര്യമാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് പറയുന്നതാണ് ഇത് നിലനിൽക്കില്ല, അത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പ് അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ കൃത്യമായിട്ട് സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് മുഴുവൻ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇത് കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ഭരിക്കുന്ന പാർട്ടിയുടെ MLA കൂടിയായ മുകേഷിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഒരു നടി ഉന്നയിച്ചിരിക്കുന്നത്. അവരിവിടെ കേരളം വിട്ട് ചെന്നൈയിൽ സെറ്റിലായി എന്നാണ് പറഞ്ഞത് അതിനുശേഷം. കാരണം മുകേഷ് അമ്മയിൽ അംഗമാവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിന് ശേഷം മുകേഷ് കൈകാര്യം ചെയ്ത രീതിയെ പറ്റിയാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ജയസൂര്യക്കെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട്. കയറിപ്പിടിക്കുകയും മറ്റുള്ള കാര്യങ്ങളും ചെയ്തുവെന്നും അങ്ങനെയുള്ള ഗുരുതരമായ ജയസൂര്യക്കെതിരെ ഇത് 2ാമത്തെ ആരോപണമാണ് വരുന്നുള്ളത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ അവർ എന്തു പറഞ്ഞു എന്ന് ആദ്യമായി നോക്കാം. മുകേഷിനെതിരെ ഇന്ന് വന്ന വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. ഇപ്പോൾ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. ആരാണ് അങ്ങനെ പറഞ്ഞത്? മുകേഷാണ് ആ ഒരു പരാമർശം നടത്തുന്നത്. അതെ, അതിപ്പോൾ ഹേമ കമ്മിറ്റി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ 2012 തന്നെ ഇത് പ്രതികരിച്ചതാണ്. അപ്പോൾ കലാകൗമുദിയിൽ നിന്നും അവർ വന്നിരുന്നു, ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ വരികയും ചെയ്തതാണ്. അഡ്ജസ്റ്റ്മെൻറ്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാള ഫിലിം ഇൻഡസ്ട്രി
വിടുന്നുള്ള ഒരു വന്നതാണ്. ആരും അതിനെപ്പറ്റി ഒന്നും അനങ്ങിയിട്ടില്ല അന്നൊന്നും. അപ്പം ഞാൻ പിന്നെ ഈ ഒരു വിഷമം കണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇവിടെ ചെന്നൈയിലോട്ട് പോയായിരുന്നു. ഓക്കെ, ഈ രേവതി സമ്പത്ത് സമാനമായ ഒരു കാര്യമാണ് പറഞ്ഞത്. നേരത്തെ ഇത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു, പക്ഷെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനൊക്കെ ഇരയാവേണ്ടി വന്നു. അതുകൊണ്ട് അത് അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ ഒരു മാനസികാവസ്ഥയാണ് താങ്കൾക്ക്. ഞാനിപ്പോഴാണ് ഇപ്പോൾ ആ കൊച്ചിനെയൊക്കെ അറിയുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടി കരഞ്ഞ് പറയുന്ന കേട്ടപ്പോൾ എൻ്റെ മോള് കരഞ്ഞ് സംസാരിക്കുന്ന പോലെ. കാരണം ഒരുപാട് നല്ല ടാലൻസ് ഉള്ള കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്കൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. കാരണം എന്താ അവർ കയറി വരാൻ പറ്റാത്തത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഐ എം ആൾസോ എക്സ്പീരിയൻസ്ഡ്. എനിക്കും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ശരിക്കും വാച്ച് ചെയ്യുന്നത് എവിടത്തോളം പോകാൻ എത്രത്തോളം എല്ലാവരും പറയട്ടെ ആർക്കൊക്കെ ദുരനുഭവങ്ങളുണ്ടായി എന്ന് കാണാം. ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു പെട്ടെന്നൊരു ദേഷ്യമായിട്ട് എനിക്ക് ഉണ്ടാകാൻ കാരണം തന്നെ മുകേഷ് ഇങ്ങനെ മീഡിയയിൽ പറയുന്നത് കേട്ടു. അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഫ്രം പൊളിറ്റീഷ്യൻസ് ഉണ്ട്, എതിർ പാർട്ടിയുടെ. അന്നേരം എനിക്ക് തോന്നി ഇങ്ങനെയല്ല ഇത്രയെല്ലാം ചേർത്ത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. അപ്പോൾ പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രി തന്നെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥ. തീർച്ചയായിട്ടും. ഇപ്പോൾ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. ആരാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് മുകേഷാണ് ആ ഒരു പരാമർശം നടത്തുന്നത്. അതെ. പലരും എനിക്ക് പല സന്ദർഭങ്ങളിലാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത്. ഒറ്റയടിക്കല്ല. അപ്പം കൂടുതൽ ലൊക്കേഷൻ വെച്ച് തന്നെയാണ്. അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള ഇട വരുന്നില്ല. അപ്പം ലൊക്കേഷനിൽ വെച്ച് തന്നെ. എന്നിട്ട് പറഞ്ഞു ഞാൻ പിന്നെ ഇന്നസെൻ്റ് ഏട്ടനെ ഞാൻ കണ്ടായിരുന്നു, ഫോൺ വിളിച്ചു. അപ്പോൾ പറഞ്ഞു മിനു ഒരു കാര്യം ചെയ്യും, ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു. അമ്മയിൽ ചേരണമെങ്കിൽ 3 സിനിമ കഴിഞ്ഞാൽ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ 6 സിനിമയോളം കഴിഞ്ഞായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പുള്ളിക്കാരൻ വിളിച്ചു, മുകേഷ് ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ് അമ്മയിൽ കയറാമെന്ന് വിചാരിച്ചല്ലേ. ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റിയിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്? അപ്പോൾ പറഞ്ഞു ഇടവേള ബാബു, ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, മുകേഷ് ഏട്ടൻ. അപ്പോൾ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു. ഇതാണ് ഇവർ ഇന്ന് പങ്കുവെച്ച കാര്യങ്ങൾ. മുകേഷും ബാക്കിയുള്ള ഈ അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യണം, അവരെ കൂടെ കിടന്നു കൊടുക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, എങ്കിൽ മിനുക്കുട്ടിക്ക് മെമ്പർഷിപ്പ് തരാമെന്നൊക്കെയാണ്. അതാരാണ് പറയുന്നത്? ഇന്ന് പറഞ്ഞ കാര്യങ്ങളല്ല. പക്ഷെ ഇന്ന് അയാളുടെ പൊസിഷൻ എന്താണ്? കൊല്ലം MLA കൂടിയാണ് നമ്മുടെ മുകേഷ് ഇന്ന് കൊല്ലം MLA ആണ്, ജനപ്രതിനിധി കൂടിയാണ്, സർക്കാരിൻ്റെ ഭാഗമാണ്. ഇതേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കോൺക്ലേവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഗതിയിൽ പോലും ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇപ്പോഴും മറ്റന്നാളോ നാളെയോ കോൺക്ലേവ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ സർക്കാർ ചെയ്യുന്നു എന്ന് പറയുന്നു. അതിലും പ്രതിനിധിയാണ് ആര്? മുകേഷ്. ഈ മുകേഷിൻ്റെ അടുത്താണോ വീണ്ടും പരാതിയുമായിട്ട് ആളുകൾ വരേണ്ടത്? ഞങ്ങൾക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയേണ്ടത്? ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരാനുണ്ട്, അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്, നടപടികളാവേണ്ടതുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത്, അതൊക്കെ മറ്റു വിഷയമാണ്. ഇത് ഓരോ സംഭവങ്ങളും ആളുകൾ കൃത്യമായി ഓർത്തെടുത്തുകൊണ്ട് സിദ്ദിഖ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ മുകേഷ് എന്ത് ചെയ്തു, ഇവരൊരു മാഫിയ സംഘമെന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞത് വെറുതെയല്ല. കൃത്യമായിട്ട് ഒരു മാഫിയ പ്രവർത്തനം, ഇത്തരം ഒരു പ്രവർത്തനം കേരളത്തിൽ ഇനി മുമ്പ് എപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഗുരുതരമായിട്ട് ഒരു മാഫിയ സംഘം പോലെ തന്നെ കുറേ ആളുകൾ പ്രവർത്തിക്കുക, അവർക്ക് സമൂഹത്തിനിടയിൽ വലിയ വിലയുണ്ടാക്കുക, അവർക്ക് സർക്കാർ ഇതിൽ സ്വാധീനം ഉണ്ടാകുക, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാകുക, ഇത് ഉപയോഗിക്കൊടുത്തുകൊണ്ട് വളരെ ഒരു മേഖലയെ ഒന്നാകെ പിടിച്ച് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുക, എന്നിട്ട് ഉപയോഗപ്പെടുത്തുക. പുതുതായിട്ട് വരുന്ന ഓരോ ആളുകളെയും അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കൊക്കെ മൊത്തം കിടന്നു കൊടുത്തിട്ട് അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കൂ എന്നുള്ള വളരെ നീചമായ വാക്കുകൾ പറഞ്ഞ ഒരാൾ ഇന്ന് MLA ആയി തുടരുകയാണ്. ഇവരെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ എങ്ങനെയാണ് ഇത് സംവിധാനങ്ങളെ സമീപിക്കുക എന്നുള്ളത് അവരൊക്കെ പൊസിഷൻ വെച്ചുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരൊന്നും വലിയ ഇതിലുള്ള ആളുകളല്ല. അത്തരം വലിയ ആളുകളെ ഇവർ തൊടാനും നിൽക്കാറില്ല. ഈ ജൂനിയർ ആർട്ടിസ്റ്റായി വരികയോ അല്ലെങ്കിൽ ചെറിയ റോളുകൾ ചെയ്യുകയോ അവരെയൊക്കെ സ്വാധീനിച്ച് പല രീതിയിലും ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയിൽ മെമ്പർഷിപ്പ് വേണമെങ്കിൽ ഇവരുടെ കൂടെ ഒക്കെ കടന്നു കൊടുക്കണമെന്ന് പറയുന്ന, ഇല്ലെങ്കിൽ നിന്റെ ഇത് അടച്ചു വെച്ചോ എന്നൊക്കെ പറയുന്ന എത്തരം നീചമായ ആളുകളാണ്.
അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇത്തരം ആളുകൾ ഇതൊരു മാഫിയ സംഘമാണ്. ഇവിടെ ഒരു തെറ്റായ ആളുകൾ അല്ലെങ്കിൽ ഇവിടെ ഒരു മോശമായ പ്രവർത്തനങ്ങൾ, അധോലോക പ്രവർത്തനം നടത്തുന്ന ആളുകളെയൊക്കെ നമുക്ക് മനസ്സിലാവും. അധോലോക പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഒരു വലിയൊരു ഡോൺ ഉണ്ടാകും. ആ ഡോണിന് കീഴിൽ ഉപജാക വൃന്ദം ഉണ്ടാകും. പക്ഷെ ആ ഡോൺ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ അധോലോകം തന്നെ ഇല്ലാണ്ടാകും. പക്ഷെ ഇവിടെ എന്ത് പറയുന്നത്, വ്യവസ്ഥാപിതമായ ഒരു മാഫിയ പ്രവർത്തനം വർഷങ്ങളോളം നടക്കുകയാണ്. വർഷങ്ങളോളം, അതായത് കേരളം പോലെയുള്ള പ്രബുദ്ധമായ സ്ത്രീകൾ വളരെയധികം ഉന്നമനത്തിലെത്തി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് കൃത്യമായിട്ട് ഒരു മാഫിയ പോലെ വ്യവസ്ഥാപിതമായിട്ട് അവരെ എതിർത്ത ആളുകൾക്ക് ജോലി ഇല്ലാണ്ടാക്കുക, പീഡിപ്പിക്കാൻ ശ്രമിക്കുക, അവരെ സൈബർ ബുള്ളിങ് ചെയ്യുക, അവരെ പൂർണ്ണമായിട്ടും ഒതുക്കുക, അവർക്ക് ഒരു രീതിയിൽ മുമ്പോട്ട് വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, സർക്കാർ തലത്തിലും അല്ലെങ്കിൽ ഭരണകൂട തലത്തിലും എല്ലാ മേഖലയിലും ഇവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതൊരു വൻ മാഫിയാണ്. ഇത് ഒരു ഡോൺ ഇല്ലാതായത് കൊണ്ട് തകരുന്ന അധോലോക സംഘത്തെ പോലെയല്ല. വ്യവസ്ഥാപിതമായ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി മാത്രം കുറേ ആളുകൾ ഈ ഒരു മേഖല ഉപയോഗപ്പെടുത്തി ശ്രമിക്കുകയാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ എന്ത് നടപടികൾ ഉണ്ടാവുമെന്ന് നമ്മൾ കാത്തിരുന്നു കാണുക.